എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 9ാം ഭാഗമാണ്. ആ വാർത്ത ആദിയുടെ മനസ്സ് തകർത്തു. പെട്ടെന്ന് അവൾ പോകുകയാണെന്ന് കേട്ടപ്പോൾ അനുവും ആ വാർത്ത ആദ്യമായി കേൾക്കുകയാണെന്ന് അനുവിന്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. പിന്നെ അവർ അധികം സംസാരിച്ചില്ല. അവർ 3 പേരും കൂടി ആഷ്ലിന്റെ ജീപ്പിൽ ആ ടൗണിൽ കറങ്ങി. പിന്നെ ഷോപ്പിംഗ്, ഫുഡിംഗ് ഒക്കെയായി അവർ ആ ദിവസം അടിച്ചുപൊളിച്ചു. മാഷേ, സൺഡേ വരില്ലേ എന്നെ യാത്രയാക്കാൻ? കറക്കമൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് പാർക്കിന് മുന്നിലിരിക്കുന്ന ആദിയുടെ ബൈക്കിനരികിൽ നിർത്തിക്കൊണ്ട് ആഷ്ലിൻ ചോദിച്ചു. വരാം, ആദി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ആദിയോട് ആഷ്ലിനും അനുവും സൺഡേ കാണാം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു പോയിട്ട് വാ, ആദി അത്രമാത്രം പറഞ്ഞു. അവരുടെ വാഹനം ആദിയുടെ കണ്ണിൽ നിന്നും മാഞ്ഞു. ആദി തന്റെ ബൈക്കിനരികിൽ വന്നു. ആഷ്ലിൻ, അവൾ പോകുന്നു. അവൾ പോകുന്നതിനു മുൻപ് തന്റെ ഇഷ്ടം അവളെ അറിയിക്കണം. നേരത്തെയുള്ള യാത്രയിലുടനീളം അനു തന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു അവളെ പ്രപ്പോസ് ചെയ്യാൻ. ആ സമയം അതിന് കഴിഞ്ഞില്ല. അല്ല, അങ്ങനെയൊരു സിറ്റുവേഷൻ ഞങ്ങൾക്കിടയിൽ വന്നില്ല എന്ന് വേണം പറയാൻ. ഇനി കുറച്ച് ദിനങ്ങൾ മാത്രം. അവസാനം യാത്ര പറഞ്ഞു പോകുമ്പോഴും അനു ഒച്ച പുറത്തു കേൾക്കാതെ ചുണ്ടനക്കിയത് ആ കാര്യത്തിനാണ്. അനു പറയുന്നത് പോലെ ആഷിലിന് തന്നെ ഇഷ്ടമാണോ? അറിയില്ല. പക്ഷെ യാത്ര പറഞ്ഞപ്പോൾ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചോ? നിന്നെ പിരിയുന്നതിലുള്ള വേദന അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ആദിയുടെ ഉള്ളിൽ നിന്നാരോ പറയുന്നത് പോലെ ആദിക്ക് തോന്നി. കുറച്ചുനേരം ആ ഇരുട്ടിൽ ആദി നിന്നു. പിന്നെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ദിനങ്ങൾ കൊഴിഞ്ഞു വീണു. അങ്ങനെ ആഷ്ലിൻ ബാംഗ്ലൂർ പോകാനുള്ള ദിവസം വന്നെത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഷ്ലിനുമായി ഫോണിൽ സംസാരിച്ചുവെങ്കിലും അവളോടുള്ള ഇഷ്ടം അവൻ പങ്കുവച്ചില്ല. വിളിക്കുമ്പോഴൊക്കെ അനു അവനെ അത് ഓർമ്മിപ്പിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ആഷ്ലിൻ പറഞ്ഞതനുസരിച്ച് അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയം നോക്കി ആദി വീട്ടിൽ നിന്നും ബൈക്കുമെടുത്ത് ഇറങ്ങി. സമയം സന്ധ്യയോടടുക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് ഒതുക്കിയിട്ട് ആദ്യ റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറി. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റും ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമും ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യ സഞ്ചരിച്ചു. പ്ലാറ്റ്ഫോമിലൂടെയുള്ള കുറച്ചു നടത്തിനൊടുവിൽ അകലെ കുറച്ചു മാറി കസേരകൾ കൂട്ടിയിട്ടിരിക്കുന്നതിന് അടുത്തായി വീൽചെയറിൽ അനു ഇരിക്കുന്നത് ആദിയുടെ മിഴികളിൽ തെളിഞ്ഞു. ആദി അവിടേക്ക് നടന്നു. ഹായ് ഏട്ടാ. ആദിയെ കണ്ടപ്പോൾ അനു ചെറുശബ്ദത്തിൽ പറഞ്ഞു. ആദി അവൾക്കരികിൽ ചെന്ന് അവളുടെ തലയിൽ തലോടി. വന്നിട്ട് കുറച്ചു നേരമായോ? ആദി ചോദിച്ചു. കുറച്ചായി ഏട്ടാ, ഇതാണ് അപ്പുവേട്ടൻ. അനു പറഞ്ഞപ്പോഴാണ് അനുവിന്റെ അടുത്ത് നിൽക്കുന്ന അപ്പുവേട്ടനെ ആദി കാണുന്നത്. ആദി അപ്പുവേട്ടനുമായി പരിചയപ്പെട്ടു. അപ്പുവേട്ടൻ അവരുടെ ഡ്രൈവറാണ്, വർഗീസ് അങ്കിളിന്റെ അടുത്ത കൂട്ടുകാരനും. അല്ല അനു, അങ്കിൾ വന്നില്ലേ? ഇല്ല ഏട്ടാ, അങ്കിൾ തിരുവനന്തപുരം പോയിരിക്കുന്നു. അല്ല, യാത്ര പോകാൻ വന്ന ആളെവിടെ? ചുറ്റുപാടും കണ്ണുകൾ കൊണ്ട് വീക്ഷിച്ചുകൊണ്ട് ആദി ചോദിച്ചു. ആളെ കാണാണ്ട് മനം തുടിക്കുന്നുണ്ടല്ലോ ആദിയേട്ടന്റെ. ചെറുചിരിയോടെ അനു അത് പറഞ്ഞപ്പോൾ ഹേയ് എന്ന് അവൻ വിളറിയൊരു ചിരിയോടെ നിഷേധിച്ചു. ഉവ്വ, മനസ്സിലുള്ളത് ആ കണ്ണിലും ശരീരത്തും പ്രതിഫലിക്കുന്നുണ്ട് ആദിയേട്ട. അനു ചെറുചിരിയാൽ പറഞ്ഞപ്പോൾ ആദിയുടെ മുഖം നാണത്താൽ തിളങ്ങി. പിന്നെ ആദിയൊന്നും ചോദിച്ചില്ല. അനുവിനെ നോക്കും തോറും തനിക്ക് പതർച്ച വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആദി പതുക്കെ കണ്ണുകളുടെ ചലനം അനുവിൽ നിന്നും മാറ്റി അവിടെ ഇവിടെയായി നിൽക്കുന്നവരിലേക്കും തിങ്ങി നിറഞ്ഞു പോകുന്ന ട്രെയിൻ ബോഗികളിലേക്കുമാക്കി. ഏട്ടാ, ആദിയുടെ ഇടത് കൈയിൽ പിടിച്ച് അനു ചെറുശബ്ദത്തിൽ വിളിച്ചു. അത് കേട്ടപ്പോൾ ആദി തലചിരിച്ച് അവളെ നോക്കി. ആദി നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ താഴ്ത്തി നേരെ എതിർവശത്ത് അകലേക്ക് നോക്കി. എന്നിട്ട് അവിടെയുണ്ട് എന്ന് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ആദി അനു നോക്കിയ ഭാഗത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ റെയിൽവേ ട്രാക്കും പിന്നിട്ട് അപ്പുറത്തെ ടാറിംഗ് റോഡും പിന്നിട്ട് ഒരു തണൽമരത്തിന് കീഴിലുള്ള ചെറിയ കപ്പേളയുടെ അടുത്തെത്തി. ട്രെയിൻ വരാൻ ലേറ്റാകും, ഒന്ന് പ്രാർത്ഥിച്ചേച്ചും വരാം എന്ന് പറഞ്ഞു പോയതാ, അനു പറഞ്ഞു. ആദി ഒന്ന് മൂളി. ഏട്ടാ, ഒന്ന് പോയിച്ചും വാ. അനുവിന്റെ കണ്ണുകളിൽ അവൻ കണ്ടു ആ വാക്കുകൾ. ആദി ചെറുപുഞ്ചിരി അവൾക്കായി സമ്മാനിച്ചിട്ട് പതിയെ അവിടേക്ക് നടന്നു. റെയിൽവേ ട്രാക്കിന്റെ ഫ്ലൈ ഓവർ വഴി ആദി ആ റോഡ് സൈഡിൽ എത്തിച്ചേർന്നു. ആദി ആ റോഡ് ക്രോസ് ചെയ്തു. ആ കപ്പേളയ്ക്ക് അരികിലേക്ക് നടന്നെടുത്തു. ഒരു പീച്ച് കളർ ഷർട്ടിന് മുകളിൽ ഫുൾ കൈ നീളം കൂടിയ ഫ്രണ്ട് ഓപ്പൺ ലൈറ്റ് ബ്രൗൺ കളർ കോട്ടന്റെ ഓവർകോട്ടും ആ ഓവർകോട്ടിന് ചേരുന്ന തരത്തിലുള്ള വെള്ളയും ലൈറ്റ് ചാരവും പിന്നെ പീച്ച് നിറവും ഇടകലർന്ന ചെറിയ നീളത്തിലുള്ള സ്കാർഫ് കഴുത്തിൽ ചുറ്റിയ നിലയിൽ. ഇതിനെല്ലാം പുറമെ ഒരു വൈറ്റ് ജീൻസും. ആ ഡ്രസ്സിൽ ആഷ്ലിനെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ആദിക് സൈഡ് തിരിഞ്ഞു നിന്ന് കപ്പേളയ്ക്ക് മുന്നിലായുള്ള ട്രെയിൽ മെഴുകുതിരി കത്തിക്കുന്ന തിരക്കിലായിരുന്നു ആഷ്ലിൻ. ആദി അവൾക്കരികിൽ ചെന്ന് അവളുടെ അടുത്ത് നിന്നുകൊണ്ട് കപ്പേളയിൽ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആദി അവളുടെ നേരെ കണ്ണുകൾ പായിച്ചു. ആദി വന്നതുപോലും അറിയാതെ ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ. ഒന്ന് ചെറുതായി വീശിയ കാറ്റിൽ അവളുടെ മുടിയിഴകൾ ഒന്ന് പാറിപ്പറന്നു. അവളുടെ മുഖത്ത്
ആ ഇളങ്കാറ്റ് തഴുകിത്തലോടി കടന്നുപോയി. ഒപ്പം അവളുടെ ഇടത് സൈഡിലായി അവൾക്ക് തോന്നിയ ചെറിയ നിഴൽ സ്പർശം അവളെ അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചു. തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ട അവളുടെ മുഖം വിടർന്നു. ഇച്ഛായൻ. ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളുടെ ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ട ആദി അവൾ എന്താ തന്നെ വിളിച്ചതെന്ന് ഓർത്തു നോക്കവേ, ആ മാഷായിരുന്നുവോ? എപ്പോ വന്നു? അനു പറഞ്ഞിരിക്കുമല്ലേ ഞാൻ ഇവിടെയുണ്ടെന്ന്. ഒറ്റയടിക്ക് ആഷ്ലിൻ പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഒന്ന് തലകുലുക്കിയിട്ട് ദേ ഇപ്പൊ വന്നതേയുള്ളൂ എന്ന് പറഞ്ഞു ആദി. ട്രെയിൻ ലേറ്റ് ആണല്ലേ, 1 മണിക്കൂർ വൈകും എന്ന് അനൗൺസ്മെന്റ് കേട്ടു. എന്നാ പിന്നെ അവിടെ ഇരുന്ന് ബോറടിക്കേണ്ട, ഇവിടെ ദൈവവുമായി കത്തിവെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ചെറുനർമ്മം കലർന്ന രീതിയിൽ ആഷ്ലിൻ അത് പറഞ്ഞപ്പോൾ ആദിയും അവളുടെ നർമ്മത്തിൽ പങ്കുചേർന്നു. എന്നിട്ട് കത്തിവെച്ചു കഴിഞ്ഞോ? ആദി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കഴിഞ്ഞു, ആഷ്ലിൻ അതേ രീതിയിൽ പറഞ്ഞു. ആദി അവളുടെ പുഞ്ചിരി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം ആദി അവളുടെ നിഷ്കളങ്കമായ മുഖം നോക്കി നിന്നുപോയി. ആദിയുടെ നോട്ടം ദർശിച്ച അവൾ ആദിയോട് എന്താ എന്നർത്ഥത്തിൽ കണ്ണു കാണിച്ചു. അവൻ ഒന്നുമില്ല എന്നർത്ഥത്തിൽ കണ്ണുകൾ ചിമ്മി അടച്ചു. ആ നോട്ടത്തിന് ശേഷം അവരുടെ ഇടയിൽ ചെറിയൊരു മൗനം തളം കെട്ടി നിന്നു. രണ്ടുപേർക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ എന്തോ രണ്ടുപേർക്കും പറ്റുന്നില്ല. ആഷ്ലിൻ. മൗനം ഭേദിച്ചുകൊണ്ട് ആദി ആഷ്ലിനെ വിളിച്ചു. ആദിയുടെ വിളി കേട്ട ആഷ്ലിൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആഷ്ലിൻ, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം, ആദി പറഞ്ഞു. ആദി എന്താ പറയാൻ പോകുന്നത് എന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. അവൾ സൈഡിലേക്ക് കപ്പേളയുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു. അവളുടെ പ്രവൃത്തി കണ്ട ആദി ഒരു നിമിഷം നിന്നു. മാഷേ, മാഷ്ക്ക് എന്നോട് സംസാരിക്കാൻ ഒരു മുഖവുരയുടെ ആവശ്യവുമില്ല. മാഷ്ക്ക് ധൈര്യമായി എന്തും തുറന്നു ചോദിക്കാം എന്നോട്. ആഷ്ലിൻ ഒന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ ആദിക്ക് ഒരാശ്വാസം തോന്നി. ആദി അവൾ കാണാതെ പുറകിൽ പിടിച്ചിരുന്ന അവൾക്കായി മാത്രം കൊണ്ടുവന്ന ചുവന്ന പനിനീർപ്പൂവ് മുൻപിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതും. പക്ഷെ മാഷേ, ഇപ്പൊ മാഷ് പറയാൻ വന്ന കാര്യം എനിക്ക് കേൾക്കേണ്ട. ആഷ്ലിൻ എന്തോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞപ്പോൾ ആദി ഒന്ന് പതറി. അത്ര നേരം കണ്ട ആഷ്ലിനെ അല്ല പിന്നെ ആദി കണ്ടത്. പുഞ്ചിരിച്ച മുഖമൊക്കെ മാറി. ആഷ്ലിൻ എന്ത്? അവളുടെ ഭാവമാറ്റത്തിൽ പതറിയ ആദി പെട്ടെന്ന് ചോദിച്ചു. മാഷ്ക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറയാൻ വന്നത്? ആഷ്ലിൻ അത് പറഞ്ഞപ്പോൾ ആദി തലകുനിച്ചു. അതെ എന്ന അർത്ഥത്തിൽ. എന്നാൽ മാഷ് കേട്ടോ, എനിക്കിഷ്ടമല്ല മാഷിനെ. പിന്നെ മാഷും എന്റെ പുന്നാര ചേച്ചിയും കൂടി ഇതിനായി ഇനി എന്റെ പുറകെ നടക്കില്ല. എനിക്കതിന് താല്പര്യമില്ല. ആഷ്ലിൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ ആദി ആകെ തകർന്നുപോയി. ആഷ്ലിൻ. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വിളി കേട്ടിട്ടും അവൾ ആദിക്ക് മുഖം കൊടുക്കാതെ ദേഷ്യം പ്രകടിപ്പിച്ചു നിന്നു. ആഷ്ലിൻ. തന്നെ അറിഞ്ഞ നാൾ മുതൽ മനസ്സിൽ ഞാൻ പോലും അറിയാതെ കയറിയതാ തന്റെ രൂപം. ഒരിക്കലും അർഹതയില്ലെന്നറിഞ്ഞിട്ടും എന്തോ ഒരിഷ്ടം മനസ്സിൽ നിറഞ്ഞു. അനുവാണ് എന്റെ മനസ്സിലെ ഇഷ്ടം പുറത്തു കൊണ്ടുവന്നത്. ഞാൻ പോലും അറിയാതെ. തന്നെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ലെന്ന് അറിഞ്ഞിട്ടും എന്റെ മനസ്സ് തന്നോട് കൂടുതൽ അടുത്തു. എന്റെ മനസ്സിലെ ഇഷ്ടവും അനുവിന് തന്നോടുള്ള സ്നേഹവും എന്നെ ഇതിൽ കൊണ്ടെത്തിച്ചു. ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ ആഷ്ലിൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും തന്റെ ഇഷ്ടത്തിനെതിരായി ഞാൻ പ്രവർത്തിക്കില്ല, ആദി പറഞ്ഞു നിർത്തി. അപ്പോഴും ആദിയുടെ വാക്കുകൾ കേട്ട് അവൾ ആദിക്ക് മുഖം കൊടുക്കാതെ നിന്നു. പക്ഷെ ആഷ്ലിൻ, എനിക്കൊന്നറിയണം. എന്തിനാ ആഷ്ലിൻ എന്റെ മുന്നിൽ കള്ളം പറയുന്നത് എന്ന്? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.